Hi traders, welcome back to my 50k futures prop firm evaluation day 7. സോ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, 6th ഡേയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രേക്ക് ഇവൻ ആയിരുന്നു. ഞാൻ എന്തായിരുന്നു അതിന്റെ കംപ്ലീറ്റ് അനാലിസിസ് എന്താണോ അത് കറക്റ്റ് ആയിട്ട് ബ്രേക്ക് ഇവൻ അടിച്ചു, നേരെ ടി പി അടിച്ചു. അതിനുശേഷം പിന്നെ ട്രേഡ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ഐ തിങ്ക് പ്രീവിയസ് ഡേ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റർ ആയേക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് നമ്മൾ 13 ആണ്, മന്തിന്റെ ലാസ്റ്റ് ഡേയും കൂടെ ആണ്, മന്ത്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നൊരു ദിവസം കൂടെ ആണത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹയർ ടൈം ഫ്രെയിം എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു 4 അവർ നമുക്കൊരു ക്വിക്ക് അനാലിസിസിലേക്ക് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ട്രേഡ് നടക്കുകയാണ്. ഡെയിലി ക്യാൻഡിൽ ഇനി ക്ലോസ് ചെയ്യാൻ 8 അവേഴ്സും കൂടെ ഉണ്ട്. ഇപ്പോൾ ന്യൂയോർക്ക് കംപ്ലീറ്റ് ട്രേഡ് അതിലായിരിക്കും നടക്കുക. ഇനിയിപ്പോൾ എന്തായിരിക്കും ന്യൂയോർക്കിൽ സംഭവിക്കാൻ പോകാന്നുള്ളതാണ്. 4 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് പ്രൈസ് ലെവൽസ്, ഒരു ഹൈ ടൈം ഫ്രെയിം കീ ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1 അവർ ടൈം ഫ്രെയിമിലേക്ക് എനിക്കൊരു ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്, ബി പി ആർ സോൺ, ഒരു ഇൻവേർഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് കറന്റ് അതിലാണ് ട്രേഡ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സെല്ലാണ് ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട്, കാരണം ഇന്റേണൽ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ഒരു FEG കാര്യങ്ങൾ ഫോം ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സെല്ല് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു PPR സെല്ലിംഗ് സോൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ, കാരണം ഇത് ബ്രേക്ക് ചെയ്യാതെ ഞാൻ ഒരിക്കലും സെല്ല് ചെയ്യത്തില്ല. കാരണം നമുക്ക് മുകളിലുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു റീട്രേസ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെയർ വാല്യൂ എൻട്രി അല്ലോ ഓർഡർ ബ്ലോക്ക് എൻട്രി അലൈൻഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് നന്നായിട്ട് എന്താണ് ചോപ്പിയായിട്ട്, അതായത് പ്രൈസ് മുകളിലേക്ക് കയറുന്നത് കുറച്ച് ടൈം ഭയങ്കര ഡീലേ എടുത്തിട്ടാണ്. അത്യാവശ്യം നല്ല പ്രൈസ് ഡെലിവറീസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു സെല്ലിന് എൻ്റർ ആവാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 6:30 നമുക്ക് ന്യൂയോർക്ക് ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം എങ്ങനെയായിരിക്കും റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി എന്തായാലും നമുക്ക് ട്രേഡ് ന്യൂയോർക്ക് ടൈം 10 മണിക്ക് മുമ്പായിട്ട് വരണം. ഇപ്പോൾ നമുക്ക് ന്യൂയോർക്ക് ടൈം 8:42 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1 അവർ ടൈം ഉണ്ട്. 1 അവറിനുള്ളിൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഫോഴ്സ്ഫുള്ളി ഒരു ട്രേഡ് എടുക്കത്തില്ല. പ്രോപ്പർ പ്ലാൻഡ് ആയിട്ടുള്ള എൻട്രീസ് കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലായിരിക്കും ഡയറക്ഷൻ. ഇനിയിപ്പോൾ അതെല്ലാം ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ച് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല, പിന്നെ നമുക്ക് ഈ മന്തിന്റെ ട്രേഡ് അവിടെ നിർത്തി നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിൽ ട്രേഡ് എടുക്കാന്നുള്ളതായിരിക്കും. നമുക്ക് നോക്കാം നല്ല ട്രേഡ് ഓഫർ ചെയ്യോ ഇല്ല എന്നുള്ളത്. സോ ഫൈനലി അങ്ങനെ 9:30 ക്യാൻഡിൽ അത്യാവശ്യം നല്ല വോളറ്റൈൽ ആയിട്ട് പ്രൈസ് സെൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ NQന്റെയും ESന്റെയും ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും 50 മിനിറ്റ് ചാർട്ടാണ്. ഇവിടെ നമുക്കൊരു എന്താ പറയുന്നത് ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യ ഹൈ ടേക്ക് ഔട്ട് ചെയ്തു, ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. അതേപോലെ തന്നെ ഇവിടെ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, ബട്ട് ഇന്റേണൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ രണ്ടിന്റെ പ്രൈസ് ആക്ഷൻ ക്വൈറ്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു എന്താ പറയുന്നത് ഒരു ESൽ ഞാൻ ഒരു ഷോട്ട് ഞാൻ ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. ESൽ ഒരു ഷോട്ട് കറക്റ്റ് ആയിട്ട് ഇട്ടാൽ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. പ്രോപ്പർ ആയിട്ട് ഏഷ്യ സ്വീപ്പും ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതില് NQന്റെ കേസിൽ വരുന്ന സമയത്ത് NQ ഓൾറെഡി ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി റെസ്പെക്ട് ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഡേ ലോ ടേക്ക് ഔട്ട് ചെയ്യുക, 4 അവറിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എനിവേ നമുക്കൊരു സെൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 10 മണിക്ക് മുമ്പായിട്ട് എൻട്രി വരുമോ? 5 മിനിറ്റ് എൻട്രി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റിൽ നമുക്കൊരു എൻട്രി നമുക്ക് വരുമോ ഇല്ല നോക്കാം. പക്ഷെ ഇവിടെ ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഒരു സോൺ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൺസേൺ. അപ്പോൾ ഇനി എന്തായാലും ഞാനൊരു ESൽ ഒരു സെല്ല് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്രൈസ് വാച്ച് ചെയ്യാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഡെലിവറി എങ്ങനെയായിരിക്കും, ഇത് റീബാലൻസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും ഞാൻ ആ ഒരു ട്രേഡിനെ ഞാൻ കൺഫേം ചെയ്യാം. നമുക്ക് ഇതാണ് 10 മണിയുടെ ക്യാൻഡിൽ. നോ ദ ടൈം ഈസ് 50 മിനിറ്റ്സ് ലെഫ്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ESൽ ഒരു സെല്ല് ഓഫ് ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. 50 മിനിറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. NQന്റെ കേസിലും 50 മിനിറ്റ് ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും ESൽ ഒരു സെൽ ഓഫ് ചെയ്തേക്കാം. ഒരു ഷോർട്ട് എൻട്രി എടുക്കാൻ പോവാണ്. ഒരു 7 യൂണിറ്റ്സ് സെൽ ഇൻ ESൽ ഞാനൊരു സെല്ല് ലിമിറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 1% ആണ് ഇവിടെ ഞാൻ റിസ്ക് എടുത്തേക്കുന്നത്. നമ്മുടെ 50 മിനിറ്റിന്റെ ടൈം ഫ്രെയിം, അതായത് 10 മണിക്ക് മുമ്പായിട്ടാണ് ഞാൻ ആ ട്രേഡ് നോക്കുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് റിയാക്ട്. രണ്ടും ഓക്കെ ആണ്. പിന്നെ ഞാൻ ആ ഒരു ഏഷ്യ ഹൈയും കൂടെ എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചുകൂടെ പ്രൈസ് ആക്ഷൻ ഇതിനകത്ത് ക്ലീൻ ആയിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ESൽ ഞാൻ എടുത്തത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നോക്കാം ഹൗ ദിസ് റിയാക്ട്. നമുക്ക് ഇനിയും ഒരു 10 മിനിറ്റ്സും കൂടെ ഉണ്ട്. മാക്സിമം 10 മണിക്ക് മുമ്പായിട്ട് വരുവാണെങ്കിലാണ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഒരു അതല്ലെങ്കിൽ ലണ്ടൻ ക്ലോസിന് മുമ്പായിട്ടും ആ ട്രേഡ് വരണം, അതും കൂടെ ആണ്. കാരണം 11 മണിയാകുമ്പോഴത്തേനും ലണ്ടൻ ക്ലോസിങ് കാര്യങ്ങളൊക്കെ വരും. ലണ്ടൻ കിൽ സോൺ കാര്യങ്ങളൊക്കെ ഓവറോൾ സെഷൻ ക്ലോസിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വരുമോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രേഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വെയിറ്റ്.
ഒരു ട്രേഡ് തിരിച്ചറിവ് ഇല്ലെന്നാ തോന്നുന്നത്. എനിക്ക് എക്സ്പെക്ട് ഞാൻ കാണുന്നില്ല, കാരണം നല്ല രീതിയിൽ ഫോളിയാണ്. ആ ഒരു കണ്ടിട്ട് പ്രൈസ് കംപ്ലീറ്റ്ലി താഴേക്ക് നല്ല രീതിയിൽ സെൽ ഓഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റീബാലൻസിൽ ആ ട്രേഡ് കറക്റ്റ് ഒരു 9:30 മുമ്പായിട്ട് കിട്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ തന്നെ പോകായിരുന്നു. കാരണം ഇപ്പോൾ പ്രൈസ് ആ ഒരു ഫുൾ ഫ്ലോ താഴേക്ക് തന്നെ കൊണ്ടുപോകാന്നുള്ളതാണ് ഫുള്ളി പറയുന്ന പ്രൈസ് ഡെലിവറിനെ കംപ്ലീറ്റ്ലി എടുക്കാനായിട്ടുള്ള പോക്കാണ്. നമുക്ക് അടുത്ത ബൈ സോൺ നമുക്കിവിടെ ഒരു ഈ പ്രൈസ് ലെവലുണ്ട് 7123.5 എന്ന് പറയുന്ന പ്രൈസ് ലെവൽ. നമുക്കൊരു ഹൈ ടൈം ഫ്രെയിം കീ ലെവലാണ്. അതാണ് നെക്സ്റ്റ് മാർക്കറ്റിന് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റ്. അതാണ് ആ ഒരു സപ്പോർട്ടായിട്ട് എടുക്കേണ്ട ഒരു കീ ലെവൽ. ഇപ്പോൾ ഏഷ്യ ഹൈ എടുത്തു, ഷിഫ്റ്റ് കിട്ടി, പക്ഷേ നമുക്ക് ആ ഒരു ട്രേഡ് വന്നിട്ടില്ല ഇതുവരെ. ഓൾമോസ്റ്റ് നമുക്ക് 10 മണി ആകാനും നമുക്കിനി 5 മിനിറ്റ്സും കൂടെ ബാക്കിയുള്ളൂ. 11 മണിക്ക് നമുക്ക് ലണ്ടൻ ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല, കാരണം ഇത്രയും പ്രൈസ് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ പ്രൈസിന് പതുക്കെ ഇത് മിറ്റിഗേഷൻ ചെയ്ത് വരണം. വിൽ ടേക്ക് ടു മച്ച് ടൈം. മേ ബി ഐ എം ഗോണ ക്യാൻസൽ ദിസ് പൊസിഷൻ. നമ്മൾ ആ ട്രേഡ് എൻ്റർ ആയിട്ടില്ല, ലിമിറ്റ് ഓർഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്തായാലും നമുക്ക് കുറച്ച് ടൈമും കൂടെ നോക്കാം ഇതെങ്ങനെയായിരിക്കും വർക്കൗട്ട് ആവുന്നതെന്നുള്ളത്. ദെൻ വി ക്യാൻ ഡിസൈഡ് ഈ ട്രേഡ് ക്ലോസ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഞാനൊരു ലൈൻ ഞാനിവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ സെഷൻ ഇൻഡിക്കേറ്ററിൽ അത് ഡീഫോൾട്ടായിട്ട് കിടപ്പുണ്ട്. പിന്നെ എന്തായാലും ഞാൻ ഈ ഒരു ടൈമാണ് എനിക്ക് ലണ്ടൻ്റെ ക്ലോസ്. ഇപ്പം കിൽ സോണിൻ്റെ 10 മണി ആകുമ്പോഴത്തേന് കിൽ സോൺ ഓൾമോസ്റ്റ് കഴിയാറാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു എക്സ്ട്രാ ഒരു 1 അവറും കൂടെ നമുക്ക് ബഫർ ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്കൊരു 11 മണിക്ക് മുമ്പായിട്ട് നമുക്ക് ആ ട്രേഡ് വരുമോ ഇല്ല നോക്കാം. ഈവൻ 11 മണിക്ക് മുമ്പായിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ, സ്റ്റിൽ ഫാളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് എന്തായാലും ഞാൻ പൊസിഷൻ ക്ലോസ് ചെയ്യും. ബട്ട് ഇനി എന്തായാലും നമുക്ക് നോക്കാം. ഫൈനലി എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമുക്കിനി ട്രേഡ് വരുമോ എന്നുള്ളത്. കാരണം പ്രൈസ് സ്റ്റിൽ ആ ഒരു കണ്ടിന്യൂഷൻ ഫുള്ള് ആ ഒരു റാലി ന്യൂയോർക്കിൻ്റെ ആ ഫുൾ വോളിയം താഴേക്ക് തന്നെ പമ്പിങ് ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിറ്റിഗേഷന് പ്രോബിലിറ്റി വളരെ ലോ ആണ്. കാരണം ഓൾറെഡി ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഡയറക്ഷൻ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. പിന്നെ ആ ഡയറക്ഷനിലേക്ക് ഫുള്ള് എടുക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ഇപ്പോൾ ലണ്ടൻ കാര്യങ്ങളൊക്കെ എടുത്ത് പോകുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ആ ട്രേഡ് ക്യാൻസൽ ചെയ്യാണ്. ഇത്രയും ടൈം ആയിട്ടുണ്ട്. കാരണം നമുക്കിനി എക്സ്ട്രാ 1 അവർ കൂടെ ഉണ്ട്. അപ്പം ഇനി 1 അവറിൻ്റെ ഒരു ക്യാൻഡിലും കൂടെ ഉണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് 1 അവർ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇട്ടിട്ട് അതിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് 1 അവറിൻ്റെ ഒരു അവസ്ഥ. ഇക്വിറ്റി കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 അവറും പെർഫെക്റ്റ്ലി എന്താണ് സെൽ ഓഫും കാര്യങ്ങളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്തായാലും നമുക്ക് മന്തിൻ്റെ ലാസ്റ്റ് ട്രേഡ് ആണ്. കാരണം ഇന്ന് നമുക്ക് ട്രേഡ് എടുക്കുന്നില്ല, കാരണം നമുക്ക് എൻട്രീസ് കിട്ടിയിട്ടില്ല. കറക്റ്റ് ടൈമിങ്ങിൻ്റെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എൻട്രി വന്നിട്ടില്ല. വി ഡിഡ്ന്റ് ഗെറ്റ് എനി പ്രോപ്പർ എൻട്രി ബേസ്ഡ് ഓൺ ടൈമിംഗ്. ഓൾമോസ്റ്റ് 10:09 ആയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പ്രൈസ് മിറ്റിഗേഷൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എന്തായാലും ഞാൻ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാണ്. ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാം. പ്രൈസ് ബുള്ളിഷിലേക്ക് പോവോ ബെയറിഷിലേക്ക് പോകാനുള്ളത്. ഇനി എന്തായാലും ഞാൻ ക്യാൻസൽ ചെയ്യാണ്. ഒരു സെക്കൻഡ് ഗസിങ് അടിക്കുന്നില്ല. ഇനിയിപ്പോൾ അത് ഒരു രീതിയിൽ വെറുതെ നമുക്ക് ആ ഒരു ട്രേഡിനെ ഫോഴ്സിൽ എടുക്കുന്ന ഒരു രീതിയിൽ എടുക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മിങ് ഡേയ്സ് ആൻഡ് കമ്മിങ് വീക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കാം. ഇനി എന്തായാലും നെക്സ്റ്റ് ട്രേഡ് ഇനി എടുക്കുന്ന ട്രേഡ്സുകളൊക്കെ ഞാൻ ഒരു 1% എന്നുള്ള രീതിയിൽ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം നമുക്ക് ഇത്രയും ദിവസങ്ങളാണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 7 ഡേയ്സ് ആണ് അയക്കുന്നത്. 7 ഡേ നമ്മൾക്ക് ട്രേഡ് എടുത്തിട്ടില്ല. നോ ട്രേഡിംഗ് ഡേ ആണ്. ജസ്റ്റ് മാർക്കറ്റ് അനലൈസ് ചെയ്തു, വാച്ച് ചെയ്തു, സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കി. നമുക്ക് സെറ്റപ്പ് കിട്ടിയായിരുന്നു, പക്ഷെ നമുക്ക് ട്രേഡ് വന്നിട്ടില്ല. സോ നമുക്ക് ക്യാൻസൽ ദിസ് ഓർഡർ. ക്യാൻസലിംഗ് ദിസ് ഓർഡർ. ദി ഓർഡർ ഹാസ് ബീൻ ക്യാൻസൽ. അപ്പോൾ ഇനി എന്തായാലും ഇത്രയേ ഉള്ളൂ. നമുക്ക് നോ ട്രേഡിംഗ് ഡേ പുതിയൊരു ദിവസം നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഓക്കെ, ബൈ. A few moments later. This is my second time I break my discipline. ഞാൻ ഓൾറെഡി ആ ട്രേഡ് ക്ലോസ് ചെയ്തതാണ്, പോയി എടുത്തു. അതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. സോ അങ്ങനെ നമ്മുടെ ഫൈനൽ കീ ലെവൽ ടാപ്പ് ചെയ്തേക്കാണ്. ഈ ഒരു പ്രൈസും ഹോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗെയിം ഓവർ ആകും. ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കാം. ഒരു 1 അവറിന്റെ കീ ലെവലാണ് എൻ്റെ. ഇതാണ് ഫൈനൽ ഹോപ്പ് ടു ഡ്രോപ്പ് ഡൗൺ സൈഡ്. ഈ ഒരു ട്രേഡിന് താഴേക്ക് പോകാനുള്ള ഫൈനൽ ചാൻസ് ആണ്. ഈ ഒരു പ്രൈസ് ലെവലും കൂടെ ഹോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വി ആർ ഔട്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് തീരുമാനം അറിയാം. ഇതൊന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ ഡാഷ്ബോർഡ് ഒന്ന് റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ES എന്തിന് ഞാൻ ട്രേഡ് എടുത്തു എന്ന് തന്നെയാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്. നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത് ഫസ്റ്റ് NQലായിരുന്നു, അതും ടൈം ബേസിൽ. ബട്ട് ദിസ് ഹാപ്പൻ. ഈ ഒരു ഫെയർ വാല്യൂ കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഗൈസ് ഡൺ, സ്റ്റോപ്പ് ഔട്ട്. അത് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ 1% റിസ്ക് എടുക്കും. ഒബ്വിയസ്ലി ഞാൻ 1% റിസ്ക് എടുത്തു. ഐ സ്റ്റോപ്പ് ഔട്ട്. ഐ ബ്രേക്ക് മൈ ഡിസിപ്ലിൻ. ദാറ്റ്സ് ദ മെയിൻ തിങ്. ആൻഡ് ഓൾസോ ടൈം വിൻഡോ ക്ലോസ്ഡ്. അപ്പോൾ അതൊക്കെ കാരണം എൻ്റെ ട്രേഡ് അവിടെ 1 ട്രേഡ് ലോസ് അടിച്ചേക്കാണ്. അപ്പോൾ ഇനി എന്തായാലും റിഫ്രഷ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ട്രേഡാണ് 1% ലോസ് വരുന്നത്. അപ്പോൾ 7 ട്രേഡിംഗ് ഡേ കൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മിനിമം കാര്യങ്ങളൊക്കെ. സോ ദിസ് വീക്ക് നമ്മൾ ഡ്രോ ഡൗണിലേക്ക് എൻ്റർ ചെയ്തേക്കാണ്. കഴിഞ്ഞ 2
2 വീക്ക് നോക്കുന്ന സമയത്തെല്ലാം പ്രോഫിറ്റബിൾ വീക്ക് ആണെന്നുണ്ടെങ്കിലും ഈ വീക്ക് നമ്മൾ ഒരു എന്താ പറയുന്നത് ഡ്രോ ഡൗണിലേക്ക് എൻ്റർ ആയി ഫൈനലി. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ എടുത്തിട്ടുള്ള ട്രേഡ്സിന്റെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ SL അടിച്ചത് ESൽ ഫസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തതാണ്. ആ ഫസ്റ്റ് ട്രേഡ് തന്നെ SL അടിച്ചു ESൽ. പിന്നെ അതിനുശേഷം ESൽ ഞാൻ ഇപ്പോഴാണ് ട്രേഡ് എടുക്കുന്നത്. 7th ഡേയിലാണ് ട്രേഡ് എടുക്കുന്നത്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോഫിറ്റ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ NQലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് റീസെന്റ് ആയിരുന്നു നമുക്കൊരു സ്റ്റോപ്പ് ഔട്ട് കിട്ടിയത്. അതും ഇതുപോലെ ഒരു ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്യുന്ന ഭാഗമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ഔട്ട് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ഫോഴ്സ്ഫുള്ളി എടുത്ത ട്രേഡ് പ്രകാരം എടുത്തിട്ടുള്ള ഒരു സ്റ്റോപ്പ് ഔട്ട് ആയിരുന്നു. ടുഡേ വി ഗോട്ട് എ ബിഗ് ലോസ്, 1% ലോസ്. കാരണം നമുക്ക് ബഫർ എന്നുള്ള 2000 ആണ്. ആ 2000ന്റെ 1% അതായത് ഇത്രയും എമൗണ്ട് നമുക്ക് പോയേക്കാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ കറണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു $1,500 എന്നുള്ള പ്രോഫിറ്റിന് താഴേക്ക് ഇറങ്ങിയേക്കാണ് 7 days ആൻഡ് കൺസിസ്റ്റൻസി ഗോസ് ടു 100% ആൻഡ് ദിസ് ഈസ് മൈ ഡ്രോ ഡൗൺ ഏരിയ. ആൻഡ് ഇനി എനിക്ക് ബുക്ക് ചെയ്യേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് $2,050 എനിക്ക് ഇനി ബുക്ക് ചെയ്യണം. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സെയിം പ്രോസസ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം. വിച്ച് മീൻസ് ദാറ്റ് ഇനി ഒരു 0.5 റിസ്ക് എടുത്തിട്ട് ഇനിയും അക്കൗണ്ടിനെ പറ്റുന്ന ഒരു, കാരണം ഇത്രയും ടൈം നമുക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈം ഒരു ഇവാലുവേഷന് കൊടുക്കുന്ന തന്നെ മണ്ടത്തരമൊന്നും അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം അതിന് വേണ്ടിയിട്ട് മാസങ്ങളും ആഴ്ചകളും സ്പെൻഡ് ചെയ്ത് അതിൽ നമുക്ക് ഒരു റിവാർഡും കിട്ടുന്നില്ല. ഇനി എന്തായാലും ഞാൻ വരുന്ന എല്ലാ ട്രേഡ്സും സ്റ്റിൽ 1% റിസ്ക് എന്നാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇനി 3 ട്രേഡ്സ് കൊണ്ട് എനിക്ക് ഈ അക്കൗണ്ടിന് ഒരു തീരുമാനം അറിയാം. ആ ഒരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ഇനി ഞാൻ കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇതിപ്പോ സെക്കൻഡ് വാർണിംഗ് ആണ് എനിക്ക് തരുന്നത്. ഐ ബ്രേക്ക് മൈ റൂൾ ആൻഡ് ഐ ബ്രേക്ക് മൈ ഡിസിപ്ലിൻ ദാറ്റ് കോസ് ഇൻ ടു മൈ ലോസ്. ഇതാണ് നമ്മുടെ ഈ ഒരു സീരീസിന്റെ എൻഡ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു ട്രേഡ് എടുക്കേണ്ട മന്ത് എൻഡ് ആണ്. ബട്ട് ഐ ടുക്ക് ഫോഴ്സ്ഫുള്ളി ജസ്റ്റ് ഒരു ചാർട്ട് എടുത്ത് നോക്കിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ആ ജസ്റ്റ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ ട്രേഡ് എടുക്കാനുള്ള ത്വര വരാൻ സാധ്യത ഉണ്ടാവും. മാക്സിമം ഞാൻ ട്രേഡ് എടുക്കാതിരിക്കാൻ നോക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ബ്രേക്ക് ഇവൻ ആയിരുന്നു. പ്രീവിയസ് ഡേ 2 days ബിഫോർ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. മൺഡേ നമ്മൾ ലോസിൽ എൻഡ് ആയിട്ടുണ്ട്. ഫോഴ്സ്ഫുള്ളി എടുത്ത ട്രേഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എടുത്ത ട്രേഡ് എല്ലാം അത്ര ഈ ഒരു വീക്ക് നോട്ട് എ ഗുഡ് വീക്ക്. അപ്പോൾ ഗുഡ് വീക്ക് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിനി പുതിയ മന്ത് ആണ്. അപ്പോൾ പുതിയ മന്തിന്റെ കലണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇതിലെന്തായാലും നമുക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി ട്രേഡ്സ് കിട്ടിയാൽ തന്നെ 2 വിന്നിംഗ് ട്രേഡ് കിട്ടിയാൽ തന്നെ നമുക്ക് ഈ അക്കൗണ്ടിൽ നമുക്ക് പാസ്സാക്കി എടുക്കാം. $500 വെച്ചിട്ട് 1:2 2 ട്രേഡ് മതി ഈ പറയുന്ന $2,000 പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട്. പിന്നെ എന്തായാലും ഞാൻ ആ ഒരു അഗ്രഷൻ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുവാണ്. വൺസ് ഐ റീച്ച് ദ ഫണ്ടിങ് സ്റ്റേജ് ഐ വിൽ ബാക്ക് ടു ദ 0.5% ഗെയിം. കാരണം നമുക്ക് ലൈഫ് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ എടുക്കുന്ന ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിവാർഡ് എന്തായാലും അതിൽ വരും എന്നുള്ള കാര്യം നമുക്ക് ഷുവറാണ്. അപ്പോൾ ഇതിലെന്തായാലും നമുക്ക് റിവാർഡ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു റിസ്ക് എടുക്കുകയാണ്. അഗ്രസീവ് റിസ്ക് കാര്യത്തിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാനായിട്ട് പോവാണ്. കാരണം ഇത്രയും ദിവസങ്ങൾ ഒരു ചെറിയ സേഫ് റിസ്ക് എന്നുള്ള രീതിയിൽ കളിച്ചു. ബട്ട് വി ഡോണ്ട് ഹാവ് എനി ടൈം. അപ്പോൾ ഈ അക്കൗണ്ട് പെട്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാട്ടിന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. സോ താങ്ക് യു ഗൈസ്, ബൈ.